നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്നത് തൊഴിലില്ലായ്മയിലുള്ള നിരാശയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുമെന്ന് രാഹുൽ ഗാന്ധി. സമൂഹത്തിൽ അക്രമ സംഭവങ്ങൾ കൂടുകയാണെന്നും യുവാക്കൾക്ക് പ്രതീക്ഷയും പിന്തുണയും ലക്ഷ്യബോധവും നൽകി അവർക്കൊപ്പം നിൽക്കേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയതായി മന്ത്രി വീണ ജോർജ്. ഇൻസെന്റീവ് വർധനയും കുറവ് ബ്രാൻഡിംഗിലെ കുടിശ്ശിക നൽകുന്നതും പരിശോധിക്കുമെന്ന് JP നദ്ദ പറഞ്ഞതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്രം തുക വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് ഒന്നും ചെയ്യാനാവില്ലെന്നും വീണ ജോർജ് വ്യക്തമാക്കി. അരമണിക്കൂറോളം നേരം പാർലമെന്റിൽ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വീണ ജോർജ്. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കളഞ്ഞുപോയ സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താൻ കേരള സർവകലാശാല ഏപ്രിൽ 7 പുനഃപരിശോധന നടത്തുക. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ പരീക്ഷ ജോലിയിൽ നിന്ന് ഡിബാർ ചെയ്യും. അതേസമയം പുനഃപരീക്ഷയ്ക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥികൾ. MBA 3ാം സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷ എഴുതിയ 71 കുട്ടികളുടെ ഉത്തരക്കടലാസാണ് കളഞ്ഞുപോയത്. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് മാർച്ച് മാസത്തിൽ എത്തിച്ചേർന്നത് 53 കപ്പലുകൾ. ഇതോടെ ഒരു മാസം 50-ലധികം കപ്പലുകൾ എത്തിച്ചേർന്നു എന്ന നേട്ടമാണ് തുറമുഖം കരസ്ഥമാക്കിയിരിക്കുന്നത്. കൂടാതെ 1,12,562 TEU ആണ് തുറമുഖത്ത് കൈകാര്യം ചെയ്തതെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ആഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇതുകൂടാതെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കുന്നതിനായി കിഫ്ബി സഹായത്തോടെ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇലക്ട്രിക് പോസ്റ്റുകളുടെ പരസ്യ ബോർഡുകൾ, പോസ്റ്റുകൾ എന്നിവ മാറ്റണമെന്ന് KSB അറിയിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ, പരസ്യ ബോർഡുകൾ, പോസ്റ്റുകൾ എന്നിവ സ്ഥാപിക്കുന്ന നിരോധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷത ചേർന്ന യോഗത്തിൽ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കപ്പെട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം അവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും തീരുമാനിച്ചായി KSBയും അറിയിച്ചു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ പോസ്റ്റ് നിയമത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ജെൻഡർ പാർക്കിന്റെ സഹായത്തോടുകൂടി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യഘട്ടമായാണ് സിനിമാ വ്യവസായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 60 പേരെ ഉൾപ്പെടുത്തിയാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 11 മണിക്ക് മസ്കറ്റ് ഹോട്ടൽ വെച്ച് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. എമ്പുരാൻ സിനിമയുടെ പ്രദർശനം അടിയന്തരമായി തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. സെൻസർ ബോർഡ് വിലയിരുത്തി റിലീസ് ചെയ്ത സിനിമ എന്തിനാണ് തടയുന്നതെന്ന് സിംഗിൾ ബെഞ്ച് ചോദിച്ചു. എമ്പുരാൻ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം VV വിജേഷ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ റീ എഡിറ്റിംഗ് പതിപ്പ് തിയേറ്ററിലെത്തി. ലൈസൻസ് ലഭിച്ചാൽ ഇന്ന് രാവിലെ മുതൽ ഈ പതിപ്പിന്റെ പ്രദർശനം ആരംഭിക്കും. വഖഫ് നിയമ ഭേദഗതി ബില്ല് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. രാഷ്ട്രീയത്തിന് അതീതമായി മുനമ്പത്തെ ജനങ്ങൾക്ക് എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ MPമാരും രാഷ്ട്രീയത്തിന് അതീതമായി ബില്ലിനെ അനുകൂലിക്കണം എന്നാണ് അഭ്യർത്ഥന. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് വന്നിരിക്കുന്ന വിഷയമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. മല്ലിക സുകുമാരനുമായി ഫോണിൽ സംസാരിച്ചുവെന്നും മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയവർ മലയാള സിനിമാ വ്യവസായത്തിൽ അവിഭാജ്യ ഘടകമാണെന്നും ഇരുവർക്കും പിന്തുണയാണെന്നും മന്ത്രി പറഞ്ഞു. സൈബർ അറ്റാക്കോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ കേരളത്തിൽ വിലപ്പോവില്ലെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറെ വില നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ആ പാരമ്പര്യം കേരളം കാത്തുസൂക്ഷിക്കുമെന്നും പറഞ്ഞു. ആശാസമരത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച സാഹിത്യകാരി സാറ ജോസ് ആശാപ്രവർത്തകരുടെ സമരം അവസാനിപ്പിക്കുമെന്നും നമ്മുടെയൊക്കെ ചോറിൽ തലമുടി പാറി വീഴുന്നു സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാരിനെതിരെ തുറന്നടിച്ച സാറ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉണ്ണുന്ന ചോറിലും കുടിക്കുന്ന വെള്ളത്തിലും തലമുടി പാറി വീഴുന്ന അത്ര സുഖമുള്ള കാര്യമല്ലെന്ന് എന്തുകൊണ്ടാണ് ആശാമാരുടെ സമരം സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നും സാറ ജോസഫ് ചോദിക്കുന്നു. CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മധുര മാരിയറ്റ് ഹോട്ടലിൽ ഇനിയുള്ള 6 ദിവസം മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കും. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി മധുരയിലെത്തി. തമിഴ്നാട് സർക്കാരിന്റെ അതിഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് പോലീസ് സ്വീകരിച്ചത്. CPMൽ നേതൃത്വ പ്രതിസന്ധി ഇല്ലെന്ന് PB അംഗം MA ബേബി. താൻ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് തന്റെയും പാർട്ടിയുടെയും ശത്രുക്കളാണെന്നും MA ബേബി പറഞ്ഞു. പാർട്ടി കൂട്ടായ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമെന്ന് തുറച്ച ഉറപ്പാക്കുകയും പുതുനിരയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. കേരളത്തിന് ആശ്വാസമായി വേനൽ മഴ. ഇന്നലെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചു. തലസ്ഥാനത്താകെ വൈകിട്ട് 1 മണിക്കൂറോളം നേരം കാര്യമായ തോതിൽ മഴ ലഭിച്ചു. വരും മണിക്കൂറിൽ നാളെയും കൊണ്ട് സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അടുത്ത 3 മണിക്കൂർ കേരളത്തിൽ 6 ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ സുഹൃത്തായ മലപ്പുറം സ്വദേശി സുഗാന്തിനെതിരെ ഗുരുതര ആരോപണമായി കുടുംബം. ലൈംഗികാതിക്രമം നേരിട്ടടക്കം തെളിവുകൾ കുടുംബം പോലീസിനെ കൈമാറി. സുഗാന്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും കുടുംബം ആരോപിക്കുന്നു. സുഗാന്തിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും IB ഉദ്യോഗസ്ഥരുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTC ജീവനക്കാർക്ക് ആശ്വാസമായി 1-ാം തീയതി ശമ്പളം എത്തി.
മാർച്ച് മാസത്തിലെ ശമ്പളം ഒറ്റത്തവണയായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇന്നലെ തന്നെ ശമ്പളം ഇനത്തിൽ 80 കോടി വിതരണം ചെയ്ത് പൂർത്തിയാക്കിയെന്ന് KSRT വൃത്തങ്ങൾ അറിയിച്ചു. കടക്കാവൂർ പോക്സോ കേസിൽ അതിജീവിയുടെ പേര് വീഡിയോയിൽ വെളിപ്പെടുത്തിയ യൂട്യൂബർ സൂരജ് പാലക്കാരൻ സുപ്രീംകോടതിയുടെ വിമർശനം. യൂട്യൂബിൽ സൂരജ് പാലക്കാരൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് സുപ്രീംകോടതി അതിരൂക്ഷമായി വിമർശിച്ചത്. എന്തുതരം ഭാഷയാണെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് ചോദിച്ചു. ഓപ്പറേഷൻ D100 ഭാഗമായി സംസ്ഥാനത്ത് വ്യാപകമായി മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2384 വരെ തിങ്കളാഴ്ച പരിശോധിച്ചു. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിരുന്നു പരിശോധന. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 90 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനെന്ന പേരിൽ ചേർത്തല ഡോക്ടർ ദമ്പതികളിൽ നിന്ന് പണം തട്ടിയ പ്രതികൾ കസ്റ്റഡിയിൽ. 7.65 കോടി രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. തയ്യാൻ സ്വദേശികളായ സുങ് മുങ് ചി, ചാങ് ഹോ യുൻ, ഇന്ത്യൻ ജാർഖണ്ഡ് സ്വദേശികളായ സേവ് ഹൈദർ എന്നിവരെ കോടതിയിലെത്തിയ ശേഷം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങി. ഡീസലിൻ്റെ വിൽപ്പന നികുതിയിൽ 21.17% വർദ്ധിപ്പിച്ച് കർണാടക സർക്കാർ. കേന്ദ്ര സർക്കാർ ഇന്ന് അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ CPM എംപിമാർ പങ്കെടുക്കും. ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് എംപിമാർക്ക് പാർട്ടി നിർദ്ദേശം നൽകി. ഇതോടെ പതിനാ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയ K. രാധാകൃഷ്ണൻ MP ഡൽഹിയിലേക്ക് മടങ്ങും. 2020 നടന്ന ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട BJP മന്ത്രി കപിൽ മിശ്രയ്ക്കും മറ്റുള്ളവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട് ദില്ലിയിലെ കോടതി. ഗുജറാത്തിലെ ദീസയിൽ പടക്ക നിർമ്മാണശാലയുണ്ടായ തീപിടുത്തൽ 18 പേർ മരിച്ചു. ജാർഖണ്ഡിൽ ഗുഡ്സ് ട്രെയിനിൽ കൂട്ടിയിടിച്ച് ലോക്കോ പൈലറ്റുമാർക്ക് ദാരുണ്യം. ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ചിലാണ് NTSBയുടെ ഗുഡ്സ് ട്രെയിനുകൾ കൂട്ടിയിടിച്ചത്. 4 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റ. ഒരു ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട് അതേ ട്രാക്കിലേക്ക് രണ്ടാമത്തെ ട്രെയിൻ എത്തിയതോടെയാണ് അപകടം ഉണ്ടായത്. ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ ഇന്ത്യ മുന്നണി. ബില്ലിനെ ഒരേ ശബ്ദം എതിർക്കാൻ ചൊവ്വാഴ്ച പാർലമെന്റ് ഹൗസിൽ ചേർന്ന മുന്നണി യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന്റെ 8 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിലെത്തിയ ലക്നൌ 7 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുത്ത് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 16.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മത്സരം വരുതിയിലാക്കി. 34 പന്തിൽ 60 പ്രഭ്സിമാൻ സിംഗിന്റെയും 28 പന്തിൽ പുറത്താവാതെ 52 ശ്രേയസ് അയ്യരുടെയും ഇന്നിംഗ്സിലാണ് പഞ്ചാബിന് തുടർച്ചയായ 2ാം വിജയത്തിലേക്ക് നയിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.